ഏതായാലും ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് നമ്മളോട് ഇപ്പം സംസാരിക്കാനായിട്ട് കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ എമിറിറ്റസ് പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ എസ് ഹരികുമാർ സാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. സർ, ആദ്യമായി തന്നെ ഇന്നലെ ഇപ്പോൾ ഒരു ഇന്റേറിയം ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കാതെ എന്നാൽ ഒരു കഴിഞ്ഞ ഗവൺമെന്റിന്റെ 5 വർഷത്തെ കാലത്തെ ഒരു റിപ്പോർട്ട് കാർഡ്, അവരുടെ ഒരു റിപ്പോർട്ട് കാർഡ് എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന തരത്തിലൊരു ബഡ്ജറ്റായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഇന്റേറിയം ബഡ്ജറ്റിന് സാറിന്റെ ഒരു ഒറ്റ നോട്ടത്തിലുള്ള വിലയിരുത്തൽ എങ്ങനെയാണ്? ഈ ബഡ്ജറ്റിനെ ഏത് ബഡ്ജറ്റ് ആണെങ്കിലും അതിനെ 2 ലെൻസിൽ കൂടി വേണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ കാണാൻ സാധിക്കും. 2 ഇക്കണോമിക്സിന്റെ ആംഗിൾ, അല്ലെങ്കിൽ ഇക്കോണമിയുടെ ആംഗിൾ. പൊളിറ്റിക്കൽ ആംഗിളിൽ നമ്മൾ ഈ ബഡ്ജറ്റിനെ വിലയിരുത്തുകയാണെങ്കിൽ അതിന് ഒരു 100% മാർക്ക് കൊടുക്കാം. യാതൊരു പ്രശ്നവുമില്ല അതിനകത്ത്. അതിന്റെ എയിമും അത് തന്നെയാണ് എന്നുള്ളതാണ്. രണ്ടാമത് പറയുകയാണെങ്കിൽ ഇക്കണോമിക്സിന്റെ ആംഗിളിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഇക്കോണമിയുടെ ആംഗിളിൽ സംസാരിക്കുകയാണെങ്കിൽ എങ്കിൽ വളരെ വളരെ മോശമായിട്ടുള്ള ഒരു ബജറ്റ് സ്പീച്ച് ആയിരുന്നു ഫിനാൻസ് മിനിസ്റ്റർ നടത്തിയത് എന്നാണ് പറയാം. അതിന് വ്യക്തമായ കാരണം, പൊളിറ്റിക്കൽ ആംഗിളിൽ നമ്മൾ കാണുമ്പോൾ അതിന് 100% മാർക്കും കൊടുക്കാം എന്ന് പറയുന്നത് ഒരു ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു ബജറ്റ് സ്പീച്ച് ആണ് ഇത്. ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് നടക്കുന്ന ബജറ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ 100% ഞങ്ങളുടെ ഗവൺമെന്റ് തന്നെ തിരിച്ചു വരികയും അപ്പോൾ പുതിയൊരു ബജറ്റ് അവതരിപ്പിക്കും എന്ന് ബജറ്റ് സ്പീച്ചിൽ തന്നെ ശ്രീമതി നിർമ്മല സീതാരാമൻ പറയുകയുണ്ടായി. അപ്പൊ എന്തും പാർലമെന്റ് പോലെ ഒരു പാർലമെന്റിൽ ഇത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ഈ ബജറ്റിനെ അവതരിപ്പിക്കുന്നത്. അപ്പോ എന്ത് തന്നെയാണെങ്കിലും ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ വന്നാലും ജൂലൈയിൽ വരാൻ പോകുന്ന ബജറ്റിൽ, അത് ഇപ്പോഴത്തെ നടത്തുന്ന ഇടക്കാല ബജറ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു ബജറ്റ് വരുമ്പോൾ ഇതിന് എല്ലാം വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കാം, ഉണ്ടാകും എന്നുള്ള തീർച്ചയാണ്. വ്യക്തമായിട്ട് പറയുകയാണ് എങ്കിൽ കൂടുതൽ ലിബറലൈസേഷന് വേണ്ടിയിട്ടുള്ള കൂടുതൽ റിഫോം മെഷേഴ്സ് ശക്തമായ രീതിയിൽ വരും എന്നുള്ളത് തീർച്ചയായും. നമ്മൾ ഈ ഇൻഡസ്ട്രിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ മാർക്കറ്റ് സെന്റിമെന്റ്സ് കോർപ്പറേറ്റ് സെക്ടറിൽ എടുക്കുകയാണെങ്കിലും ശക്തമായ പോസിറ്റീവ് മെഷേഴ്സ് ജൂലൈയിൽ വരാൻ പോണ റിഫോംസിൽ ബജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടും എന്നുള്ള യാതൊരു തരത്തിലുള്ള ഇല്ല, സംശയവും വേണ്ട. അത് ഇക്കോണമിയെ നയിക്കുന്ന അടിസ്ഥാനമായിട്ടുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിൽ ഉള്ളതാണ്. ഇനി എന്നോട് ചോദിച്ചതുപോലെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ, സാധാരണ ബജറ്റിന്റെ പ്രഖ്യാപനത്തിന്റെ അല്ലെങ്കിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തലേ ദിവസം ഇക്കണോമിക് സർവേ എന്നൊരു ഡോക്യുമെന്റ് അവതരിപ്പിക്കാറുണ്ട്. ഇക്കണോമിക് സർവേ എന്ന ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ ആ ഡോക്യുമെന്റ് ഒരു കഴിഞ്ഞ വർഷത്തെ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ഇക്കോണമിയുടെ പെർഫോമൻസ് എടുത്ത് ആ പെർഫോമൻസിനെ വിശകലനം ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് ആണ് വരേണ്ടത്, പാർലമെന്റിൽ വെക്കുന്നത്. എന്തുകൊണ്ടോ ആ ഒരു റിപ്പോർട്ട് ഈ പ്രാവശ്യം പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടില്ല. അത് ഇന്ററിയം ബജറ്റുമായിട്ടും യാതൊരു തരത്തിലും ബന്ധം ഉണ്ടാവേണ്ട കാര്യമില്ല. ഇക്കോണമിയിലെ ഇതുവരെയുള്ള പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതിന് പകരം ഇന്ത്യൻ ഇക്കോണമി എ റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള 75 പേജുള്ള ഒരു ഡോക്യുമെന്റ് ആണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. അപ്പോ ആ അവതരണം എന്ന് പറയുകയാണ് എങ്കിൽ ആ അവതരണത്തിൽ പറയുന്നത് 14 തൊട്ടിട്ട് 23 വരെയുള്ള കൊല്ലങ്ങളിലെ ഇക്കോണമിയിൽ ഉണ്ടായ വ്യത്യാസം കുറച്ചും കൂടെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ 81, 91, 2000 അങ്ങനെ ഓരോ കൊല്ലങ്ങൾ തൊട്ടിട്ട് വന്ന് ഈ പറയുന്ന 2013 വരെയുള്ള
എന്തെല്ലാം പ്രശ്നങ്ങൾ ഇക്കോണമിയിൽ ഉണ്ടായി, അല്ലെങ്കിൽ എന്തെല്ലാം പോരായ്മകൾ ഇക്കോണമിയിൽ ഉണ്ടായി, ആ പോരായ്മകളെ വിളിച്ചു പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അതേസമയം തന്നെ ആ ഡോക്യുമെന്റിൽ കഴിഞ്ഞ 10 കൊല്ലം എന്തൊക്കെ നേട്ടങ്ങൾ ഇക്കോണമിയിൽ ഉണ്ടാക്കാൻ സാധിച്ചു, ഇക്കോണമിയിൽ വന്നു എന്നുള്ളത് വളരെ ശക്തമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഉദ്ദേശം ഇക്കോണമിയിൽ 10 കൊല്ലം വളരെ വളരെ വ്യക്തമായ ചലനങ്ങൾ ഉണ്ടാക്കി എന്ന് പ്രഖ്യാപിക്കുന്നു. ഈ ചലനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ രീതിയിൽ ഉള്ള ഒരു വ്യത്യാസങ്ങൾ ആണ് ഇക്കോണമിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ്. ചില ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ എടുത്തു നോക്കുക ആണ് എങ്കിൽ ആ ഇൻഡിക്കേറ്റേഴ്സ് അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സെക്ടറുകളുടെ ഇൻഡിക്കേറ്റേഴ്സിനെയാണ് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ തൊഴിലില്ലായ്മ, അതേപോലെ തന്നെ പ്രതിശീർഷ വരുമാനം, അങ്ങനെ പലതും നമ്മൾ എടുത്തു നോക്കുകയാണ്. ഇൻകം ഇനീക്വാലിറ്റി, പോവർട്ടി എന്ന് പറയുന്ന ഈ 4 ഘടകങ്ങൾ എടുത്തു വരികയാണെങ്കിൽ ഇതിനെപ്പറ്റി കാര്യമായ ഒരു അനാലിസിസും ഇതിനകത്ത് നടത്തിയിട്ട് ഇല്ല എന്നുള്ളതാണ് പറയും. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് മറച്ചു വെച്ചിട്ട് കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കാർഡാണ് 10 വർഷത്തെ റിപ്പോർട്ട് കാർഡായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന് അർത്ഥം വേറെയൊന്നുമില്ല, ഞങ്ങൾ എന്തെല്ലാം ചെയ്തു അത് വളരെ വിളിച്ചോതുന്ന ഒരു റിപ്പോർട്ട് ആണ് അതാണ് ഈ 10 വർഷത്തെ റിപ്പോർട്ടിനെ പറ്റി വ്യക്തമായിട്ട് പറയുന്നത്. ഇതിൽ ആദ്യത്തെ പോയിന്റ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇക്കോണമിയുടെ ഗ്രോത്ത് 5 പോയിന്റ് ആണ് അതിനകത്തുള്ളത്. ഇക്കോണമിയുടെ ഗ്രോത്ത് പ്രൊജക്ഷൻസ്, ഗ്ലോബൽ ചലഞ്ചസ് ആൻഡ് ട്രെൻഡ്സ്, ഷിഫ്റ്റ്സ് ഇൻ മാനുഫാക്ചറിംഗ്, AI ആൻഡ് എനർജി ട്രാൻസ്മിഷൻ, അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന 5 സബ് ഹെഡിങ്ങിലാണ് ഇതിനെ ഒരു അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു അവതരിപ്പിക്കുന്നതിൽ ആദ്യത്തെ പോയിന്റ് മാത്രം നമ്മൾ എടുത്താണ് ഇക്കോണമിയുടെ ഗ്രോത്ത് പ്രൊജക്ഷൻസ്. Economy is expected to grow at a rate of 7% or higher during 2024. Okay, well and good, no problem. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇക്കോണമി 7% ഗ്രോത്ത് ഉണ്ടാകുകയാണെങ്കിൽ വളരെ നല്ലത്. അത് കഴിഞ്ഞ് പ്രിഡിക്ഷൻ ഫർദർ പറയുന്നത് ഗ്രോത്ത് വുഡ് ബി സസ്റ്റെയിൻ. ഈ 7% അല്ലെങ്കിൽ അതിലും ഉപരിയായിട്ടുള്ള ഒരു ഗ്രോത്ത് ഇക്കോണമിയിൽ 2025 വരെ കണ്ടിന്യൂ ചെയ്യും എന്ന് പറഞ്ഞ ശേഷം പറയുന്നത് ഈ ഇക്കോണമിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് റോബസ്റ്റ് ഗ്രോത്ത് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ റോബസ്റ്റ് ഗ്രോത്ത് അടിവരയിടുന്നു പറയുന്നത് ഇത് പോസ്റ്റ് പാൻഡമിക് പീരീഡിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇതിനെ ചില സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് 7% എന്നുള്ള ഗ്രോത്തിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് കൂടിയൊക്കെ നോക്കുകയാണ് എങ്കിൽ, അതായത് ഈ വിമർശിക്കപ്പെട്ടിരിക്കുന്ന 2013 മുമ്പുള്ള ഗ്രോത്ത് റേറ്റും ഇപ്പോഴത്തെ ഗ്രോത്ത് റേറ്റും അതിൽ പറയുന്നുണ്ട് അന്ന് 5% മാത്രമായിരുന്നു ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ആ 5% ഗ്രോത്ത് റേറ്റിനെ ഇന്നത്തെ 7% അല്ലെങ്കിൽ അതിന് ഉപരിയായിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റുമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ സാധാരണ ഒരു ഇക്കോണമിയിൽ ഉണ്ടാവുന്ന ഒരു ഗ്രോത്ത് മാത്രമേ ഉള്ളൂ. ഒരു കുതിച്ചുചാട്ടം ഒന്നും ഇക്കോണമിയിൽ ഉണ്ടായിട്ട് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു കുതിച്ചുചാട്ടം ഇക്കോണമിയിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ പറഞ്ഞ അവതരിപ്പിച്ച പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യരേഖയിൽ താഴെ നിൽക്കുന്ന ആൾക്കാർ, ഇൻകം ഇനീക്വാലിറ്റി എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇക്കോണമിയിൽ കാണാൻ ഇല്ല എന്നുള്ളതാണ്. ഈ ഇക്കോണമി ഇന്ത്യൻ ഇക്കോണമിയെ പറയുമ്പോൾ ഇക്കോണമി ഗ്രോ ചെയ്യുന്നതിനൊപ്പം തന്നെ എംപ്ലോയ്മെന്റും കൂടണം, തൊഴിൽ സാധ്യതകളും കൂടണം. ഈ തൊഴിൽ സാധ്യതകൾ കൂടുന്നത് ഒരു ജോബ്ലെസ് ഗ്രോത്ത് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മാത്രം സോഴ്സസുകൾ മാത്രമേ നമ്മുടെ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സുകൾ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. CMIയുടെ ഡേറ്റ അവൈലബിൾ ആണ്. ആ CMIയുടെ ഡേറ്റ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഇക്കോണമിയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ ആണ്. അതേപോലെ തന്നെ നമുക്കൊരു ഗ്രോയിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ സെക്ടർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ലാർജ് ഷെയർ ഓഫ് ഇൻഫോർമൽസ്. ആ ഇൻഫോർമൽ സെക്ടറിൽ ലേബർ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട് എന്നൊരു ആർഗ്യുമെന്റ് വരുന്നുണ്ട്.
അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ അതിനകത്തൂടെ വരുന്നു. പക്ഷെ ആ ഇൻഫോർമൽ സെക്ടറിൽ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ, തൊഴിൽ സാധ്യതകൾ വളരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എത്ര എന്നൊരു ചോദ്യമുണ്ട്. വളരെ തുച്ഛമായ വരുമാനം മാത്രമേ അതിൽ ജോലി ചെയ്യുന്നവർക്ക് കിട്ടുകയുള്ളൂ ഉള്ളൊരു സത്യം കൂടി ഇതിനകത്തുണ്ട് ഈ ഗ്രോത്ത്. അപ്പൊ ഈ 7% പ്രൊജക്ഷൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ 7% കണ്ടിന്യൂ ചെയ്യപ്പെടും എന്ന് പറയുന്നു. അങ്ങനെ 5 മില്യൺ 20 മില്യൺ 2047 ആകുമ്പോൾ ഒരു വികസിത ഭാരതം എന്ന നല്ല സങ്കല്പം നല്ലതാണ്. പക്ഷെ വികസിച്ചു വരുമ്പോൾ ആ വികസനം വേൾഡ് ഇനീക്വാലിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ആദ്യത്തെ ഇന്ത്യയിലെ 1% ആൾക്കാർക്ക് മാത്രമാണോ ഗുണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 10% ആൾക്കാണ് ഗുണം ചെയ്യേണ്ടത്, അതോ 70% ആൾക്കാർക്കാണ് ഗുണം ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് വേണം ഇതിനെ, ഈ ഗ്രോത്ത് റേറ്റിനെ വിലയിരുത്താൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇതിനകത്ത് പറയുവാൻ ഉള്ളത്. ഈ ഒരു ആംഗിൾ ആണ് ഞാൻ ഈ പറഞ്ഞ 10 കൊല്ലത്തെ വികസനത്തെ പറ്റിയിട്ട് ഞാൻ പറയുവാനായിട്ട്, അല്ലെങ്കിൽ ആ ഇക്കണോമിക് റിവ്യൂവിനെ പറ്റി പറയുവാനായിട്ട് പറയും. ഇനി ഈ ബജറ്റിൽ അവതരിപ്പിച്ചപ്പോൾ തുടങ്ങുന്നതിന് പ്രോസ്പെറസ് ഭാരത് ഇൻ ഹാർമണി വിത്ത് നേച്ചർ, മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ, ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ എന്നുള്ളൊരു ഡെവലപ്മെന്റ് മന്ത്ര ഉപയോഗിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ നോക്കുമ്പോൾ അതിനെ ഒന്നും കൂടെ സബ്കാ സാത്ത് സബ്കാ വികസ്, ദാറ്റ് ഈസ് കോംപ്രിഹെൻഡ്, എല്ലാവർക്കും വികസനം. അതേപോലെ തന്നെ എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും കിട്ടേണ്ട ഡെമോക്രാറ്റിക് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളവർക്കും കിട്ടണം. അങ്ങനെ ഒരു ഡെവലപ്മെന്റിനെയാണ് 2047 കൊണ്ടുപോകും എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയുകയാണ് എങ്കിൽ ഒരു പീപ്പിൾ സെൻട്രിക് അല്ലെങ്കിൽ ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് പാറ്റേൺ ഇവിടെ ഉണ്ടാവണം. ഈ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ടും ഈ ഇക്കണോമിക് റിവ്യൂവിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ അവർ പറഞ്ഞിരുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട്സിന്റെ എണ്ണത്തിനെ വെച്ചിട്ടാണ് പറയുന്നത്. സർ, ഞാനൊന്ന് ഇടപെടുകയാണ്, നമ്മുടെ സമയപരിമിതി മൂലം സാറിനോടൊന്ന് ഇടപെടുകയാണ്. സർ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ റിപ്പോർട്ട് കാർഡ് തന്നെയായിരുന്നു, വലിയ തോതിലുള്ള പദ്ധതികളൊന്നും തന്നെ ഇല്ല, അടുത്ത തവണ തീർച്ചയായിട്ടും ഭരണത്തിലേറും എന്നൊരു ഉറപ്പോടുകൂടി തന്നെയാണ് ധനമന്ത്രി ബഡ്ജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത്. അതിൽ തന്നെ ഇന്നലെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് പ്രസംഗം ഏറ്റവും എടുത്തു പറയേണ്ടത് ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ കാര്യമായിട്ടൊരു കുറവ് രേഖപ്പെടുത്തിയിരുന്നത് 2024 എക്സ്പെക്ട് ചെയ്തിരുന്ന 5.8% നിന്നും ഇപ്പോൾ പുതിയതായിട്ട് റിവൈസ് ചെയ്തിരിക്കുക 2025 സാമ്പത്തിക വർഷത്തിലേക്ക് 5.1% കുറച്ചിട്ടുള്ളത്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയുന്നു എന്നൊരു സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. പ്രാക്ടിക്കലി അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത്ര ആ ഒരു ലെവലിലേക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്തിയിട്ടുണ്ടോ? ഇല്ല എന്ന് ഞാൻ ഉത്തരം പറയും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ റിപ്പോർട്ട് കാർഡിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സുകളെ യഥാർത്ഥത്തിലുള്ള ഇക്കണോമിക് സർവേ വരുമ്പോൾ മാറാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ, എൻ്റെ ഒരു ഇവാലുവേഷനിൽ പറയുകയാണെങ്കിൽ, ഈ ഇക്കണോമിക് റിവ്യൂ എന്ന് പറയുന്ന ഡോക്യുമെന്റ് ഒരു നമുക്ക് PG സ്റ്റുഡൻസിന് ഒക്കെ ഇക്കോണമിക്സിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമിയുടെ പെർഫോമൻസിനെ പറ്റി പഠിക്കുവാനുള്ള ഒരു നല്ലൊരു ഡോക്യുമെന്റ് ആയിട്ട് ഞാൻ അതിനെ കാണും. അല്ല, ഇക്കോണമിയെ വിലയിരുത്തിക്കൊണ്ട്, ഇക്കോണമിയുടെ പെർഫോമൻസിനെ വിലയിരുത്തിക്കൊണ്ട് 5.9 5.1 ആയിട്ട് കുറച്ച് കാണിക്കുന്നത് ഒക്കെ വളരെ എളുപ്പമായിട്ടുള്ള രീതിയിൽ എളുപ്പം കാണിക്കാൻ പറ്റുന്ന പക്ഷെ ഒരിക്കലും അത് ശരിയായിരിക്കില്ല. ഏതാണ്ട് ആ ലെവൽ, കഴിഞ്ഞ കൊല്ലത്തെ അതേ ലെവലിൽ തന്നെയായിരിക്കും ഈ പ്രാവശ്യത്തെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് നിൽക്കുന്നത് എന്നുള്ളതാണ്, നിൽക്കാൻ പോകുന്നത്. നമുക്ക് ആഡ് ഓൺ ചെയ്ത് ചോദിക്കാനുള്ളത് MSME സെക്ടറിനെ കുറിച്ചാണ്. MSME സെക്ടറിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും MSME സെക്ടർ ഇന്ത്യ ഒരു വികസിത 2047 കൂടിയിട്ട് ഒരു വികസിത ഭാരതമാക്കി ഉയർത്തിയെടുക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളത് ഓൾറെഡി നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മളുടെ ഇന്ത്യയിൽ ഏറ്റവും അധികം ഇന്ത്യയുടെ GDPക്ക് വലിയ തോതിൽ ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും MSME സെക്ടർ തന്നെയാണ്. MSME സെക്ടറിനെ സംബന്ധിച്ച് ഗ്ലോബലി തന്നെ
കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് MSME മേഖലയിലുള്ള കമ്പനികളെ ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പ്രാപ്തമാക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ തവണ ഇന്നലെ ബജറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും MSME സെക്ടറിനെ സംബന്ധിച്ച് ഏറ്റവും അധികം അവർക്ക് വേണ്ടത് വായ്പാ തലത്തിൽ അല്ലെങ്കിൽ വായ്പ പോലുള്ള സഹായങ്ങൾ, മറ്റ് പിന്തുണകളൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വേണ്ടതും. MSME സെക്ടറിനെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് ഇത്തരത്തിലുള്ള കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് കൂടുതൽ നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നതും. സോ MSME സെക്ടറിനെ സംബന്ധിച്ച് ഇന്നലത്തെ ബഡ്ജറ്റിൽ പ്രധാനമായിട്ടും എത്തരത്തിലായിരുന്നു ഒരു എഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നത്? MSME ഇപ്പൊ ഈ ബജറ്റിലെ ഇന്റർവ്യൂ ബജറ്റിലെ MSME സെക്ടറിനെ തൊട്ടുകൊണ്ട് ഒരു ചെറിയ ഇൻക്രീസ് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. MSME സെക്ടറിൽ അതായത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഓട്ടോൺ അക്കൗണ്ട് പീരീഡില് കഴിഞ്ഞ കൊല്ലത്തെ അലോക്കേഷൻ അതേപോലെ കണ്ടിന്യൂ ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. ആ അലോക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ ആദ്യത്തെ പീരീഡിൽ ജൂലൈ വരെയുള്ള അല്ലെങ്കിൽ ജൂലൈ അവസാനം വരെയുള്ള ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ഫിനാൻസ് ബില്ലിൽ പറഞ്ഞിരിക്കുന്ന ഒരു മെക്കാനിസമാണ്. അപ്പോ ഈ ഇപ്പൊ എല്ലാത്തിലും നമ്മൾ നോക്കിയാൽ ഹൗ 1 rupee comes and 1 rupee goes എന്നുള്ള ആ ഒരു ഫിഗർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പ്രത്യേകത നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് എല്ലാ സ്ഥലത്തും വേണ്ട രീതിയിൽ അലോക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ അലോക്കേഷൻ കൊടുത്തിരിക്കുന്ന അലോക്കേഷൻ ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കപ്പെടുന്നത്? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ബാങ്ക് ക്രെഡിറ്റ് സബ്സിഡൈസ്ഡ് ക്രെഡിറ്റ് കൊടുത്ത് MSME സെക്ടറിനെ വളർത്തുക എന്ന് ഇന്ത്യൻ ഇക്കോണമിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാരണം ഞാൻ പറയുന്നതിന്റെ ഔട്ട്പുട്ട് ഗ്രോത്തിനെക്കാട്ടും കൂടുതൽ MSME സെക്ടറിൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ സാധ്യതമാണ്. എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്താൽ മാത്രമേ വരുമാനം വർദ്ധിക്കുകയുള്ളൂ. ഈ വരുമാനം വർദ്ധിച്ചാൽ മാത്രമേ കമ്പോളം ചലിക്കുകയുള്ളൂ എന്നുള്ളൊരു ഫാക്ട് ഉണ്ട്. അപ്പോ തീർച്ചയായിട്ടും MSME സെക്ടറിനെ വ്യക്തമായ രീതിയിലുള്ള അഡ്രസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്ന് ചോദിച്ചാൽ 2 കാരണങ്ങൾ അതിന് പിന്നിൽ പറയാം. ഒന്ന്, നമ്മുടെ ഡിമോണിറ്റൈസേഷൻ പീരീഡിൽ MSME സെക്ടറിന് എന്ത് സംഭവിച്ചു. അതിനുശേഷം നമ്മുടെ GST വന്നു. അതിനുശേഷം കോവിഡ് പീരീഡ് വന്നു, പാൻഡമിക് കോവിഡ് പീരീഡ്. ഈ 3 ചേഞ്ചസ് വന്നപ്പോൾ MSME സെക്ടറിനെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഡിമോണിറ്റൈസേഷൻ പീരീഡും പാൻഡമിക് പീരീഡിലും MSME സെക്ടർ തകർന്ന് നാശമായി പോയി. വേണ്ട രീതിയിൽ ഇതിനെ അഡ്രസ് ചെയ്യണം. ഇപ്പൊ കൊടുത്തിരിക്കുന്ന അലോക്കേഷൻ ബജറ്റിൽ എത്രയേ പറ്റുള്ളൂ എങ്കിൽ ഒരു പക്ഷേ ബാങ്ക് ക്രെഡിറ്റ് കുറച്ചും കൂടി കൊടുക്കാനായിട്ടോ ഉള്ള ഒരു മെക്കാനിസം ബജറ്റിൽ വരണം. അപ്പം എല്ലാത്തിനും ഒരു പീനട്ട് പോലെ ചെയ്യുന്ന പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ വളരെ കൃത്യമായിട്ട് MSME സെക്ടറിനെ നമ്മൾ ഒരു കാര്യം ഞാനിപ്പോ പറയാം. അതായത് എങ്ങനെയാണ് 1 രൂപ ചെലവാക്കുന്നത് എന്ന് ചോദിച്ചാൽ, MSME സെക്ടറിന് നമുക്കറിയാം സബ്സിഡൈസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ സബ്സിഡീസ് കൊടുക്കുന്നുണ്ട്. 1 രൂപയിൽ 6 പൈസ മാത്രമേ സബ്സിഡി ആയിട്ട് പോവുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. 20% പോകുന്നത് ഇൻട്രസ്റ്റ് വഴിയാണ് പോകുന്നത്, 16% സെൻട്രൽ സ്കീമിൽ പോകുന്നു. ഇതിനെ വേറൊരു തരത്തിൽ കൂടെ കാണുകയാണെങ്കിൽ എങ്ങനെയാണ് 1 രൂപ വരുന്നത് എന്നും കൂടെ നമുക്ക് 1 രൂപ വരുന്നതിൽ 28% വരുന്നത് ബോറോയിങ്ങിൽ കൂടി ആണ്. അതായത് ഇക്കോണമിയിൽ കിട്ടുന്ന വരുമാനത്തിന്റെ 28% കട എടുത്തിട്ടാണ് കൊണ്ടിരുന്നത്. ഇൻകം ടാക്സ് 19%, കോർപ്പറേറ്റ് ടാക്സിൽ 17% ഇത്രമേ വരുന്നുള്ളൂ. അതിനാൽ ആ ഒരു പിന്നെ GST കിട്ടുന്ന 18% ആണ് കിട്ടുന്നതെന്നാണ് ഇവരുടെ കണക്കിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഈ 6% മാത്രം സബ്സിഡി കൊടുത്താൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം. അത് പോരെ. 6% ലോവർ ലെവലിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്ന പ്രത്യേക കൺസെഷൻ കൊടുത്ത് MSME സെക്ടറിനെ വളർത്തും. ഔട്ട്പുട്ടിന് മാത്രമല്ല എംപ്ലോയ്മെന്റിനും അത് ഒരു പ്രധാന ആവശ്യമാണ്, ഇക്കോണമിയിൽ ആവശ്യമാണ്.
ഇന്നത്തെ പത്രങ്ങളിലെല്ലാം വന്നിരിക്കുന്ന ഒരു കാര്യമാണ് അഗ്രികൾച്ചർ സെക്ടറിനെ കാര്യമായ രീതിയിൽ അഡ്രസ് ചെയ്തിട്ടില്ല എന്ന്. ശരിയാണ്, ഇതേപോലെ തന്നെയാണ് അവിടെയും എംപ്ലോയ്മെന്റ് എല്ലാവരുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അഗ്രികൾച്ചർ സെക്ടറിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരും എന്നുള്ളത്. പക്ഷെ ആ അഗ്രികൾച്ചർ സെക്ടറിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നില്ല. അതിന് പകരം ഫിഷറി സെക്ടറിൽ 55,000 ലക്ഷം എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യും, ഇൻഷുറൻസ് കൂട്ടും എന്ന രീതിയിൽ. കാരണം രണ്ട് കാര്യങ്ങളാണ്, അതിനൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ കൂടിയുണ്ട്. കർഷകരുടെ സമരം നമ്മൾ കാണണം. ആ സമരം ഇലക്ഷൻ മാൻഡേറ്റില് പ്രതിഫലിക്കുകയോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻ പോലും ഇവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ ഇക്കോണമിയിലെ ഒരു മേജർ പോർഷൻ ആൾക്കാരും കർഷകരുടെയും കർഷക തൊഴിലാളികളെയും MSME സെക്ടറിനെയും വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്താൽ മാത്രമേ ഇക്കോണമിയുടെ ഔട്ട്പുട്ട് ഗ്രോത്തും എംപ്ലോയ്മെന്റും വർദ്ധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പരമാർത്ഥം. അത് അടുത്ത ബജറ്റിൽ അഡ്രസ് ചെയ്യപ്പെടണം. ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോൾ പറയാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇപ്പം സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പം ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് അഡ്രസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ അഗ്രികൾച്ചർ സെക്ടറിന് റൂറൽ ഡിമാൻഡിനെ റിവൈവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആ തരത്തിലേക്കൊരു പ്രഖ്യാപനങ്ങളൊന്നും തന്നെ വന്നിട്ടുമില്ല. എന്നാൽ അതേസമയം ഇന്നലത്തെ ഒരു പ്രസംഗം നോക്കുകയാണെങ്കിൽ 4 സെഗ്മെന്റിനെ ഫോക്കസ് ചെയ്തായിരിക്കും ഇന്ത്യ വളരുക എന്ന് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്ത്രീകൾ, അതുപോലെ തന്നെ കർഷകർ, അതിനോടൊപ്പം തന്നെ യൂത്ത്, പൂവർ, ദരിദ്രർ, ഈ 4 സെഗ്മെന്റ്സിന്റെ ഡെവലപ്മെന്റോട് കൂടി മാത്രമേ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ കഴിയുള്ളൂ എന്നാ പറഞ്ഞത്. അതിനോട് തന്നെ യൂത്തിന്റെ ഒരു കൺസിഡറേഷൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ആ ഒരു ഇന്ററിം ബഡ്ജറ്റിൽ സ്കൂൾ എഡ്യൂക്കേഷനായിട്ട് റെക്കോർഡ് അലോക്കേഷൻ ആണ് നടത്തിയിരിക്കുന്നത്. ഏകദേശം 73,000 കോടി രൂപയാണ് സ്കൂൾ എഡ്യൂക്കേഷനായിട്ട് ഇപ്പോൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 72,473.8 കോടി രൂപയായിരുന്നു കഴിഞ്ഞ ഒരു ബഡ്ജറ്റിൽ രേഖപ്പെടുത്തി അലോക്കേറ്റ് ചെയ്തിരുന്നു. അതിലും കൂടുതലായിട്ട് റെക്കോർഡായിട്ടാണ് ഇപ്പോൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ച് പോപ്പുലേഷൻ ഡിവിഡന്റ് ഏറ്റവും വലിയൊരു ബെനിഫിഷ്യറി ആകാൻ പോകുന്ന ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഇത്തരത്തിലൊരു അലോക്കേഷൻ മാത്രം മതിയാകുമോ? വീണ്ടും ഒരു വളരെ ക്വാളിറ്റി ആയിട്ടുള്ളൊരു ലേബർ ഫോഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വേണ്ട വിധത്തിൽ ഈ ഒരു ലേബർ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡിവിഡന്റ് ഉപയോഗിക്കാൻ ഇത്തരത്തിലുള്ള ഒരു അലോക്കേഷൻ മാത്രം മതിയാകുമോ? ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം എന്ന് വെച്ചാൽ ഇക്കണോമിക് റിവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ അൺഎംപ്ലോയ്മെന്റ് പ്രശ്നത്തില് യൂത്തിന്റെ ഒരു സംഭവം പറഞ്ഞു. അൺഎംപ്ലോയ്മെന്റില് പ്രശ്നം അവർ പറയുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള സ്കിൽഡ് ലേബർ ഇവിടെ ഇല്ല എന്നുള്ളത്. ആ സ്കിൽഡ് ലേബറിനെ കിട്ടും. അപ്പോൾ സ്കൂൾ തലത്തിൽ സ്കൂളുകളിലെ വികസനത്തിലും അവിടുത്തെ വിദ്യാഭ്യാസത്തിലും ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ ഈ സ്കിൽ ഡെവലപ്മെന്റിനും കൂടിയുള്ള സ്കിൽ ഡെവലപ്മെന്റിനെ അഡ്രസ് ചെയ്തുകൊണ്ടിട്ടുള്ള, ഞാൻ ഉദ്ദേശിക്കുന്നത് 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ എന്നല്ല, പക്ഷെ ഒരു 10ാം ക്ലാസ് പാസ്സാകുന്ന കഴിഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഇന്നത്തെ +2 പാസ്സാകുന്ന ഒരു കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കൊത്ത ഒരു സ്കിൽ ഡെവലപ്മെന്റ് കൂടി വന്നാൽ, സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ആ സ്കില്ലിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ MSME സെക്ടറിലേക്ക് വരാൻ പ്രാപ്തരായിരിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ നമ്മുടെ ഈ സ്റ്റാർട്ടപ്പുകളുടെ ഒക്കെ കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഇവിടെ നടത്തിയിട്ടുണ്ട്. ചെറിയ രീതിയിലൊന്നും നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ പ്രഖ്യാപനങ്ങൾ, ഈ ഇന്ററിയം ബജറ്റിലെ പ്രഖ്യാപനങ്ങളെ നമുക്ക് അതിനെ യഥാർത്ഥത്തിലുള്ള ഒരു പ്രഖ്യാപനമായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. കാരണം ജൂലൈയിലെ ഫുൾ ഫ്ലഡ്ജ് ബഡ്ജറ്റ് വരുമ്പോൾ ഇതെല്ലാം മാറും. അപ്പൊ ജൂലൈയിലെ ഓട്ടോൺ അക്കൗണ്ട് പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് എന്ന് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഒരു പറഞ്ഞു ഇന്നലെ വിപണിയിൽ ചലനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ കറക്റ്റാണ്. എങ്ങനെ വിപണി ഈ ഡോക്യുമെന്റ് ചലനങ്ങൾ ഉണ്ടാക്കും? കോർപ്പറേറ്റ് സെക്ടറിനെ പറ്റി പറഞ്ഞിട്ട് വളരെ 21% കണ്ടിന്യൂ ചെയ്യുമെന്നങ്ങ് പറഞ്ഞു പോയാൽ വിപണിയിൽ നിന്നും ചലനങ്ങൾ ഉണ്ടാക്കില്ല. ഇന്ന് വിപണിയിൽ നിങ്ങൾ തുടങ്ങിയപ്പോൾ പറഞ്ഞ ചലനങ്ങൾ എന്ന് പറയുന്നത് അതിൽ വിപണിയിലുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ചലനങ്ങൾ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ചേഞ്ചസ് ആണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും മാക്രോ ഇക്കണോമിക് ഫണ്ടമെന്റൽ ചേഞ്ചസ് ആയിട്ടല്ല അത് അവിടെ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് വിപണിയിൽ ഒരു കാര്യമായ ചലനങ്ങൾ ഉള്ളത്. എക്സ്പെക്ടേഷനും കാര്യമായിട്ട് ആവശ്യമില്ലാത്ത ഒരു ഡോക്യുമെന്റ് ആയിരുന്നു.
അതുകൊണ്ടിട്ടാണ് ഇന്നലത്തെ എക്കണോമിക് റിവ്യൂവിനെ പറ്റി പോലും കാര്യമായ ഒരു ചർച്ച പത്രങ്ങളിലൊന്നും കണ്ടില്ല. പക്ഷെ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റില് സാധാരണ അവതരിപ്പിക്കുന്ന ഡേറ്റ പോലും പറയാതെ ഒരു ഡോക്യുമെന്റ് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, 1 മണിക്കൂർ ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന നേട്ടങ്ങൾ എനിക്ക് അവതരിപ്പിക്കാൻ കിട്ടിയ ചാൻസ്, 58 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കാൻ കിട്ടിയ ഒരു ചാൻസ് ഉപയോഗിക്കുക മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. സാധാരണ നമ്മൾ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിനൊരു സൈഡിൽ തന്നെ കാണിക്കുകയോ എങ്ങനെയാണ് 1 റുപ്പി റേസ് ചെയ്യുന്നതും എങ്ങനെയാണ് 1 റുപ്പി ചെലവാക്കുന്നതും എന്ന്. ടോട്ടൽ ബജറ്റിന്റെ ടോട്ടൽ ഔട്ട്ലേ എത്രയാണ്, പബ്ലിക് സെക്ടറിന്റെ ഔട്ട്ലേ എത്രയാണ്, പ്രൈവറ്റ് സെക്ടറിന്റെ ഔട്ട്ലേ, ഇതൊന്നും ബജറ്റ് പ്രസംഗത്തിൽ കണ്ടില്ല. അതാണ് അതിനകത്ത് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടാനുള്ള ഏറ്റവും വലിയൊരു കാരണം. പക്ഷേ അതിനുശേഷം പല മീഡിയകളിൽ കൂടി ഈ സംഭവങ്ങളെല്ലാം പുറത്തു വന്നു എന്നുള്ളതാണ്. അപ്പൊ ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഡോക്യുമെന്റിൽ നിന്ന് കുറെ സാധനങ്ങൾ ഷെയർ ചെയ്ത് പുറത്തേക്ക് വന്നു എന്നൊരു വാസ്തവം ഇതിനകത്തുണ്ട്. ആ ഒരു രീതിയിൽ വേണം ഇതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. ഇപ്പൊ ഇതൊരു 1 കൊല്ലത്തെ വിഷനോട് കൂടിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അല്ല. ജൂലൈയിൽ വരെയുള്ള എക്സ്പെൻഡിച്ചറിന് പാർലമെന്റിൽ നിന്ന് സാങ്ഷൻ കിട്ടാനായിട്ട്, ഗവൺമെന്റിന് സാങ്ഷൻ കിട്ടാനായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് പ്രസന്റ് ചെയ്യണം. ആ ഒരു ഡോക്യുമെന്റ് ആയിട്ട് മാത്രമേ ഇതിനെ കാണാനായിട്ട്, ഈ ബജറ്റിനെ കാണാനായിട്ട്. അതിനല്ലെങ്കിൽ നമ്മൾ പറയുന്ന ലോങ് ടേം ഇഫക്റ്റ്, അല്ലെങ്കിൽ 1 കൊല്ലത്തെ, ഓരോ മാസം കളയുന്ന 12 മാസത്തേക്കുള്ള ഒരു ഡോക്യുമെന്റ്. ആ വിഷൻ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടൊരു വിഷൻ. അതാണ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത്, റിഫോംസിനെ കൂടുതൽ ഇൻഫ്ലുവൻസ്, ശക്തമായ ലിബറലൈസ്ഡ് റിഫോംസിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷർ ജൂലൈയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ എങ്ങനെ വിപണിയെ ചലിപ്പിക്കും എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണെന്നുള്ളതാണ് എൻ്റെ ഈ കാര്യത്തിൽ അഭിപ്രായം. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ നമ്മൾ അതിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പോയിന്റ് സൂചിപ്പിക്കേണ്ടത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലേക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടിന്റെ കാര്യം തന്നെയാണ്. ഏകദേശം 11.11 ലക്ഷം കോടി രൂപയാക്കി ഇത്തവണ ഉയർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. ഏകദേശം ഇയർ ഓൺ ഇയർ ബേസിസിൽ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 11% ഒരു മുന്നേറ്റം ഈ ഒരു അലോക്കേഷനിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, പ്രധാനമായിട്ടും GDPയുടെ 3.4% അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടിയിട്ട് മാറ്റണം, അല്ലെങ്കിൽ മാറ്റി വെക്കും എന്നുള്ള തരത്തിലായിരുന്നു നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിരുന്നത്. ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മേഖലയോടൊപ്പം തന്നെ ഞാൻ ആഡ് ഓൺ ചെയ്യുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ടൂറിസം മേഖലയും കൂടി നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും സ്പിരിച്വൽ ടൂറിസത്തിനൊക്കെ തന്നെ കുറച്ച് എംഫസിസ് കൊടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ഈ ഒരു ഫണ്ട് അലൊക്കേഷൻ ഉയർത്തിയതിലുള്ള താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? ഉദ്ദേശിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചറിൽ അല്ലേ, ടൂറിസം, രണ്ട് പോയിന്റല്ലേ ചോദ്യം. ഇൻഫ്രാസ്ട്രക്ചറിലെ യാതൊരു സംശയമില്ല. ആ ഇൻഫ്രാസ്ട്രക്ചറിൽ വന്നിരിക്കുന്ന ഒരു എംഫസിസ് കൊണ്ടിട്ടാണ് താങ്കൾ പറഞ്ഞ ഈ സിമെന്റ് ഇൻഡസ്ട്രി, അതേപോലുള്ള ഇതിലുള്ള ഒരു മുന്നേറ്റം ഇന്ന് കണ്ടു എന്ന് പറഞ്ഞു. അതായത് ഇനി വരാൻ പോണ ബജറ്റിലും ഈ രീതിയിലുള്ള ഒരു അലോക്കേഷൻ വ്യത്യാസം വരും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇൻഫ്രാസ്ട്രക്ചറിന് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ശതമാനം അലോക്കേഷൻ കൊടുത്തിരുന്നു. ആ അലോക്കേഷനിൽ നിന്ന് പിന്നെയും കൂടുതലാണ് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ അവിടെ എംപ്ലോയ്മെന്റ് ജനറേഷൻ വരും. ആ എംപ്ലോയ്മെന്റ് ജനറേഷൻ വരും, അതേപോലെ തന്നെ വിപണി അത് ചലിപ്പിക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടിട്ടാണ് ഈ രീതിയിലുള്ള ഒരു, തീർച്ചയായിട്ടും ആ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ്മെന്റിനെ ഒന്നും ഒരു തരത്തിലും, അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസിയെ ഒരു തരത്തിലും നമുക്ക് വിമർശിക്കാനായിട്ട് പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഈ ടൂറിസം സെക്ടറിൽ പറയുകയാണെങ്കിൽ, ടൂറിസം സെക്ടറിൽ ഇപ്പൊ ലക്ഷദ്വീപിനെയാണ് എടുത്തു പറഞ്ഞതെന്നുള്ളതാണ് എനിക്ക് ഞാൻ കേട്ടപ്പോൾ തോന്നിയത്. ലക്ഷദ്വീപിൽ ടൂറിസം വളർത്തുവാനായിട്ടുള്ള ഒരു കൂടുതൽ പ്രാധാന്യം കൊടുക്കും എന്ന് ഉള്ളത്. ലക്ഷദ്വീപ് ഒട്ടും വികസിക്കാത്ത ഇന്ത്യയുടെ ഒരു ഭാഗമാണ് എന്നുള്ളൊരു വാസ്തവമുണ്ട് അതിനകത്ത്. അപ്പൊ ആ ലക്ഷദ്വീപില് ഏത് തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം എന്നുള്ളത് വളരെ 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 ചിന്തിച്ചിട്ട് ചെയ്യേണ്ടതാണ്. പ്രൈവറ്റ് സെക്ടറിന് ഓപ്പൺ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് വിശ്വാസം അവിടെ ഒട്ടും ഇല്ല. ഇതിന് വേറൊരു പൊളിറ്റിക്കൽ ആംഗിളും കൂടി ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഒരു പത്രത്തിന്റെ, പറഞ്ഞുകൊണ്ട് മീഡിയയിൽ പറയുന്നത് ശരിയല്ല, ഒരു പത്രത്തിന്റെ ഓൺലൈൻ വേർഷനിൽ ഒരു ഹെഡിങ് ഇത് വന്നിരുന്നു. അതായത് ലക്ഷദ്വീപിൽ ടൂറിസം പ്രൊമോഷൻ കൊടുക്കണം എന്ന് പറയുന്നത്
മാലിദ്വീപുമായിട്ടുള്ള പ്രശ്നത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടിട്ടാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ലക്ഷദ്വീപ് ഡെവലപ്ഡ് അല്ലാത്ത, വികസിക്കാത്ത ഒരു സ്ഥലമായതുകൊണ്ടിട്ട് അവിടെ പ്രത്യേകിച്ച് രണ്ട് സെക്ടറിനെ നമുക്ക് കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് ഫിഷറീസ്, അല്ലെങ്കിൽ രണ്ടാമത് ടൂറിസം, അതേപോലെ ചെറിയ കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. സ്പിരിച്വൽ ടൂറിസം എന്ന് പറയുന്നത് മേഖലയ്ക്ക് കൊടുക്കുന്നത് അതൊരു ഡിഫറെന്റ് ആംഗിൾ ആണ്, എൻ്റെ ഒരു ഡിഫറെന്റ് ആംഗിൾ ആണ്. എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും ആ ഈ പറയുന്ന പല ഇൻവെസ്റ്റ്മെന്റ് ഒരു പോയിന്റ് ഉണ്ട് അതിനകത്ത്. കഴിഞ്ഞ ബജറ്റിൽ 50 കോടി 5000 സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻട്രസ്റ്റ് റേറ്റ് ലോൺ കൊടുക്കും. 50 കൊല്ലത്തേക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കും. ആ കൊടുക്കുന്നതെല്ലാം ഈ രീതിയിലുള്ള ലോൺസ് ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. ഞാൻ പറഞ്ഞ ടൂറിസത്തിന്റെ അല്ല, നിങ്ങൾ ഈ പറയുന്ന സ്പിരിച്വൽ ലോൺ, അതായത് ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ച്, ഗവൺമെന്റിന്റെ ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ച് ഇതേപോലുള്ള സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടുള്ള വളരെ നല്ലതാണ്. അടുത്ത ദിവസം ഒരു കേസ് സ്റ്റഡി ഞാൻ ഹിന്ദുവിൽ വായിച്ചു, അത് പേപ്പറിൽ വായിക്കണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് അവിടെ വളരെ ദാരിദ്ര്യത്തിലുണ്ടായിരുന്ന ഒരു ഫാമിലി അയോധ്യയിലേക്ക് പോവുകയും അവിടെ ഒരു പ്രത്യേക സാധനം, എനിക്ക് തോന്നുന്നു അതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഈ അവിടെ കിട്ടുന്ന ലോക്കലായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് കുക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഇവിടെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫാമിലിയിൽ 4 പേര്, അത് അവരുടെ ഫാദർ മരിച്ചു, അമ്മയും 2 ബ്രദേഴ്സും പിന്നെ ഗ്രാൻഡ് മദറുമാണ് അവരുടെ ഒപ്പമുള്ളത്. അവിടെ വളരെ നല്ല രീതിയിൽ ഈ ബിഗിനിങ്ങിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതിന് തീർച്ചയായിട്ടും ഒരു മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഉണ്ട്. മൾട്ടിപ്ലയർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ആദ്യം കണ്ടത് എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ ആണ്, രണ്ടാമത് കണ്ടത് ഇൻകം ജനറേഷൻ. അപ്പോൾ ഈ സ്പിരിച്വൽ ടൂറിസം എന്ന് പറയുന്നതിന് ആ ആംഗിളിൽ കാണുന്നതിനെക്കാട്ടും നല്ലത് സ്പിരിച്വൽ എന്നുള്ളത് എങ്ങനെയാണോ ഇൻവെസ്റ്റ്മെന്റ് ചെല്ലുന്നത്, ആ ഇൻവെസ്റ്റ്മെന്റിൽ വിപണിയിൽ ചലനങ്ങൾ ഉണ്ടാക്കുവാൻ, ഇതേപോലുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുമെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഏത് തരത്തിലാണ് ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനൊക്കെ ആശ്രയിച്ചിരിക്കും. അതിന് ഞാൻ പറഞ്ഞല്ലോ, ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് വർദ്ധിപ്പിക്കണം. എംപ്ലോയ്മെന്റ് വർദ്ധിപ്പിച്ചുകൊണ്ടിട്ട് വരുമാനം വർദ്ധിപ്പിക്കണം. ആ വരുമാനം അതാണ് ഒരു മൾട്ടിപ്ലയർ ഇഫക്റ്റ് യഥാർത്ഥത്തിൽ പറയുന്നത്. ആ മൾട്ടിപ്ലയർ ഇഫക്റ്റിൽ ആണെങ്കിൽ ആ മൾട്ടിപ്ലയർ ഇഫക്റ്റിനെ തീർച്ചയായിട്ടും ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം. അതായത് ഈ പറയുന്ന ആൾക്കാർ, ഈ പറഞ്ഞ ഒരു കേസ് പറയുകയാണെങ്കിൽ അതേപോലത്തെ ഒരുപാട് ആൾക്കാർ ഈ രീതിയിൽ അവിടെ എത്തിയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ട്. മൈഗ്രേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടാകും. അവരുടെ സ്റ്റാൻഡേർഡ് ലിവിങ് ഉയരുകയും, അതേപോലെ ടൂറിസം റിലേറ്റഡ് ആയിട്ട് എംപ്ലോയ്മെന്റ്, സെക്കൻഡറി ടെർഷറി എംപ്ലോയ്മെന്റ് ജനറേഷൻ വരികയാണെങ്കിൽ അതിന് യാതൊരു തരത്തിലും ക്രിട്ടിസൈസ് ചെയ്യേണ്ട വേറൊരു ആംഗിൾ അതിനുണ്ട്. പക്ഷെ ഞാൻ ആ ആംഗിളിലേക്ക് കിടക്കുന്നത്